ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും റിവ്യൂയിലേക്ക് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി ഒരു തമിഴ് മൂവിയാണ്. നമ്മുടെ ദില്ലിക്ക് ദുത്തു എന്ന് പറയുന്ന തമിഴ് സീരീസിൻ്റെ 4ാം ഭാഗമാണ്. ഡി റിട്ടേൺ നെക്സ്റ്റ് ലെവലിൽ നിന്ന്, അതായത് ഡബിൾ ഈസ് ഡബിൾ നെക്സ്റ്റ് ലെവൽ എന്നാണ് ഇതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ടും കൊടുത്തിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് എന്താ പറയുക, ഡി റിട്ടേൺസ് എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഒരു 4ാം ഭാഗമാണ്. ഒരുപാട് പാട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഇല്ല, ലാസ്റ്റ് ഞാൻ കണ്ട ഡി റിട്ടേൺസ് ആണ്. അതിന് മുമ്പ് 2ാം ഭാഗം, 2 ഭാഗങ്ങളും ഞാൻ കണ്ടിട്ടില്ല. ഡി റിട്ടേൺസിനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഒട്ടും വർക്കാവാൻ പോകാത്ത ഒരു പടമായിരുന്നു. കാരണം കോമഡി ആണെങ്കിലും എല്ലാം കൊണ്ട് ഒരു അപരാധ പരിപാടി തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഡി റിട്ടേൺസ് നെക്സ്റ്റ് ലെവലിലോട്ട് കടക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രേതങ്ങളും അപരാധ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരുപാട് പേർ പോസ്റ്റ് പറഞ്ഞ് കേട്ടു. പ്രത്യേകിച്ച് യാതൊരു ഗുണമോ മേന്മയോ ഒന്നും തന്നെ പടത്തിലില്ല. ഒരു പക്ഷേ ലോജിക്ക് എന്ന് പറയുന്ന സംഭവം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു പകുതിയെങ്കിലും കുറച്ചെങ്കിലും ഇഷ്ടം തോന്നുന്ന തരത്തിലുള്ള ഭാഗങ്ങളൊക്കെ പടത്തിലുണ്ട്. അങ്ങനെയും പറയാൻ സാധിക്കും. പ്രേം ആനന്ദാണ് ഡയറക്ഷൻ സ്ക്രിപ്റ്റ് ചെയ്തത്. കാശ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സന്താനം, അതുപോലെ തന്നെ സെൽവരാഘവൻ, ഗൗതം ബാസ്റ്റമേനൻ തുടങ്ങിയ പ്രധാനമായും കാസ്റ്റിങ്ങായി വന്നിട്ടുള്ളത്. കസ്തൂരിയൊക്കെ ഇതിൽ വരുന്നുണ്ട്. അമ്മവേഷം നമ്മുടെ പണ്ടത്തെ ജയറാമിൻ്റെ പടത്തിലെ ഒരു നായികയായിട്ടുള്ള വ്യക്തിയാണ്. അനിയം ബാബ, ചേട്ടൻ ബാബ ഫിലിമൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ അവരൊക്കെ ഒരുപാട് നാൾക്ക് ശേഷം വീണ്ടും തിരിച്ചു വരുന്ന ഒരവസ്ഥ തന്നെയാണ്. ഒരു തിരിച്ചുപോക്കുണ്ട്. അതുപോലെ തന്നെ മൊട്ട രാജേന്ദ്രൻ, ഇപ്പോൾ ജയിലറിൽ നമ്മുടെ രജനികാന്തിൻ്റെ കൂടെ നടന്നിട്ടുള്ള ഒരു വ്യക്തി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെ അത്യാവശ്യം നല്ല ഒരു കാസ്റ്റിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്രാവശ്യം ഇതിലും മെസ്റ്റായിട്ട് തോന്നുന്നത് ഒരു ഹൊറർ തന്നെയാണ്. ഒരു ഗോസ്റ്റും പരിപാടിയും കാര്യങ്ങളൊക്കെ ഇതിലും പോയിട്ടുള്ളത്. കാരണം അതിൻ്റെ ഒരു സീരിയസ് ആയതുകൊണ്ട് തന്നെയാണ്. അതിനൊന്നും യാതൊരു മാറ്റങ്ങളോ പരിപാടിയോ കാര്യങ്ങളോ മുന്നോട്ട് പോകില്ല. പക്ഷേ ഒരു സ്റ്റോറി ലൈൻ എന്ന നിലയ്ക്ക് എവിടെയും എത്താതെ പോകുന്ന ഒരവസ്ഥ പടത്തിലേക്ക് കാണിക്കുന്നുണ്ട്. കാരണം പടം മുന്നോട്ട് പോകും തോറും പല പല ഭാഗങ്ങളിലും ഡൗൺ ആവുന്നു. ഇടയ്ക്ക് ഒരു ഹൈ മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ട്, പിന്നെയും ഡൗൺ ആവുന്നു, ഹൈ ആവുന്നു, ഡൗൺ ആവുന്നു, ഇങ്ങനെ പോകുന്നുണ്ട് പടം. അത് തന്നെയാണ് ഏറ്റവും വലിയ നെഗറ്റീവായിട്ടും അല്ലെങ്കിൽ അതിലോട്ട് പോസിറ്റീവായിട്ടും പറയാൻ വേണ്ടി കിടക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ സന്താനത്തെക്കുറിച്ച് പറയുമ്പോൾ കിസ് എന്ന് പറയുന്ന ഒരു റിവ്യൂവറാണ് അദ്ദേഹം. അത്യാവശ്യം അറിയപ്പെടുന്ന റിവ്യൂവറാണ്. അപ്പോൾ ഒരു ദിവസം എന്താ പറയുക, ചില പടങ്ങൾ നെഗറ്റീവ് പറയുന്ന റിവ്യൂമാർക്കുള്ള ഒരു കൊട്ടും കൂടി ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ എനിക്ക് തനിക്കും തൻ്റെ കുടുംബത്തിലും ഒരു സ്പെഷ്യൽ ട്രീറ്റിലോട്ട് കിട്ടുന്നു. പക്ഷേ ആ ട്രീറ്റിലോട്ട് അവർ മാത്രമാണ്, അവർ പോലും അറിയാതെ ഒരു സിനിമയിലുള്ള സന്താനത്തിന് മൊട്ട രാജ്യത്തിനെ പിടിച്ച് അതിലേക്ക് ഇടുന്നുണ്ട്. പിന്നീടാണ് മനസ്സിലാവുന്നത്, അതായത് ഈ യൂട്യൂബിൽ നെഗറ്റീവ് പറയുന്ന സിനിമയ്ക്ക് നെഗറ്റീവ് പറയുന്ന റിവ്യൂമാരെ പിടിച്ച് കൊല്ലുന്നൊരു പ്രേതമായിട്ട് അവിടെ വരുന്നുണ്ട്. സെൽവരാഘവൻ്റെ ക്യാരക്ടർ തിരിച്ചടും നല്ല രീതിയിൽ നല്ല അപരാധമായിട്ട് മാറിയിട്ടുണ്ട്. എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാതെ പോയ ഒരു കഥാപാത്രമാണ്. ആ ലുക്കും പരിപാടിയും കാര്യങ്ങളായിട്ട് സ്വതവേ അദ്ദേഹം മികച്ച ഒരു ഡയറക്ടറാണ്, യാതൊരു കാര്യത്തിൽ സംശയമില്ല. ഗംഭീര ഡയറക്ടർ തന്നെയാണ് ഇപ്പോഴും പറയുന്നു. പക്ഷെ എന്താ പറയുക, അഭിനയത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഒരു പരാജയമായിട്ട് പോകുന്ന പല പല ഫിലിമും ഞാനും കണ്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലും അതേപോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഗംഭീരമായിട്ട് ഗംഭീരമായിട്ടുള്ള വെറുപ്പിക്കൽ തന്നെയായിരുന്നു. എൻ്റെ പൊന്നെണ്ണ നമിച്ചു. അങ്ങനെ എനിക്ക് അതിലോട്ട് സന്താനത്തിൻ്റെ കഥാപാത്രം വരുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ വലിയ കോമഡി ഒന്നും സന്താനത്തിന് കൊടുക്കുന്നില്ല, അറിയാമല്ലോ. സന്താനത്തിനെ കുറിച്ച് പേഴ്സണലായിട്ട് പറയുമ്പോൾ എന്താ പറയുക, അദ്ദേഹം പണ്ട് ഒരുപാട് കോമഡി റോളൊക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതായത് കൂടുതലായിട്ടും സപ്പോർട്ടിംഗ് ആയിട്ട് വരുന്ന ഒരു കഥാപാത്രമായിട്ട് തന്നെയാണ് സന്താനം ചെയ്യുന്നുണ്ടായിരുന്നത്. അത് നല്ല ലെവലിൽ തന്നെയായിരുന്നു. കാരണം അദ്ദേഹം വെറുതെ ഒരു എക്സ്പ്രഷൻ ഇട്ടപ്പോൾ തിയേറ്ററിൽ കൂട്ടച്ചിരി ഉണ്ടാകുന്ന ഒരു കാലമുണ്ടായിരുന്നു. പിന്നീട് എപ്പോഴും അദ്ദേഹം നായകനിലോട്ട് മാറുന്ന ഒരവസ്ഥ വന്നപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത തരത്തിലായിരുന്നു. കാരണം ഇത്രയും കൺവേഴ്സിങ് ചെയ്യാൻ സാധിക്കാതെ പോകുന്ന ഒരു നടൻ വേറെ ഉണ്ടാവില്ല. കാരണം ഒരുപാട് പടങ്ങൾ, എല്ലാ പടക്കങ്ങളും പൊട്ടിച്ചിട്ടുണ്ട് ഒരു വിധമൊക്കെ. പക്ഷേ എന്തോ റിട്ടേൺസ് വരുമ്പോൾ ഒരുപാട് പേർ പടത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ഇനിയും വരച്ചെങ്കിലും അതൊരു പക്ഷേ വിജയിക്കാൻ ചാൻസ് ഉണ്ട് തമിഴ്നാട്ടിൽ. കേരളത്തിൽ ഓടുന്നു യാതൊരു പ്രതീക്ഷയുമില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. എന്തെല്ലാവട്ടെ. അപ്പോൾ സന്താനത്തിൻ്റെ ആ കഥാപാത്രം വരുന്നു. അതിനോടൊപ്പം തന്നെ അവരുടെ ഫാമിലിയും പരിപാടിയും കാണാൻ വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഗൗതം ബാസ്താൻ വരുന്നുണ്ട്. തീർച്ചയായിട്ടും അധികം ഡയറക്ഷൻ തന്നെയാണ് അദ്ദേഹത്തിനെ പറ്റിയ പണിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വേറെ ഒന്നുമല്ല, മിക്ക പടത്തിലും ചെയ്തിട്ടുള്ള അതേപോലത്തെ ഒരു കഥാപാത്രം വരുന്നുണ്ട്. കുറച്ച് ഹൈ ആയിട്ടുള്ളൊരു കഥാപാത്രം എയർ പിടിച്ചിട്ട് പിന്നെ കുറേ കോമഡി കാട്ടിക്കൂടുന്ന തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്. സെയിം ഡബ്ബിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതേ തരത്തിൽ പോകുന്നു. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തോന്നുന്ന കഥാപാത്രമാണ്. പിന്നെ മൊട്ട രാജേന്ദ്രൻ കുഴപ്പമില്ല. ഇപ്പോൾ തന്നെ അതിൽ നമ്മുടെ ജയിലറിൽ രജനികാന്തിൻ്റെ കൂടെ നടക്കുന്ന ഒരു വ്യക്തി കേട്ടിട്ടുണ്ട്. നമ്മൾ ഒരുപാട് പടത്തിൽ കണ്ടിട്ടുള്ളതാണ്. ഗംഭീരമായിട്ട് വെറുപ്പിക്കലാണ്. പേഴ്സണലിക്ക് ഇത്രയും ഇഷ്ടപ്പെടാതെ പോകുന്നൊരു നടൻ വേറെ ഉണ്ടാവില്ല. ആ മാതിരി വെറുപ്പിക്കലാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ തിയേറ്ററിനോടകത്ത് ഇവരെ ഫാമിലിയും കാര്യങ്ങളൊക്കെ എത്തിപ്പെടുന്നുണ്ട്. പക്ഷേ അതിൽ 2 കഥാപാത്രമായിട്ട് മൊട്ട രാജേന്ദ്രനും അതുപോലെ തന്നെ സന്താനം മാത്രമാണ് അതിൽ മെയിനായിട്ട് പ്രയത്നം അകപ്പെട്ടെന്ന് മനസ്സിലാവുന്നുള്ളൂ. അവിടെ നിന്ന് അവരെങ്ങനെയാണ് ഷിപ്പിലേക്ക് എത്തിയുന്ന കാര്യങ്ങളൊന്നും കൺവിൻസിങ് ആവുന്നില്ല. അവിടെ നിന്നും രക്ഷപ്പെട്ട് നേരെ ഒരു പണ്ടത്തെ പോലെ തന്നെ ഒരു വലിയൊരു ബംഗ്ലാവിലോട്ട് എത്തുന്നുണ്ട്.
അവിടെയാണ് പിന്നെ പ്രേതത്തിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇതിൽ ഒരുപാട് റെഫറൻസുകൾ കൊടുക്കുന്നുണ്ട്. അതായത് തമിഴ് സിനിമയിൽ നിന്നും മലയാളത്തിൽ നിന്നുമൊക്കെ ആയിട്ട് ഒരുപാട് റെഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്കൗട്ടായിട്ടുണ്ട്. ചിലതൊക്കെ നല്ല രീതിയിൽ തന്നെ പാളിപ്പോയിട്ടുണ്ട്. പിന്നെ പഴയ പോലെ തന്നെ കുറച്ച് ഡബിൾ മീനിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. എസ്പെഷ്യലി ഇത് പറയുമ്പോൾ ഇതിൽ കാക്കയാക്കിലെ പാട്ടൊക്കെ വീരിന് വീര പാട്ടിലും ഗൗതം ഭാസ്കരനും അപ്പോൾ തന്നെ ഒരു നടിയും കൂടി ഓടുന്നൊരു ഭാഗമാണ് രക്ഷിക്കാൻ തോന്നുന്നുണ്ട്. അതിന് പിന്നാലെ ഇവർ ഓടുന്ന ഭാഗമായിട്ട് നല്ലൊരു കോമഡിയായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂ തൊട്ട് മുമ്പ് മഞ്ഞളും ബോയ്സിൽ നമ്മുടെ ശ്രീനാഥ് ബാസിനെ നമ്മുടെ സബിൻ സഗർ കൂട്ടിയിട്ട് ഗുഹയ്ക്കുള്ളിൽ നിന്ന് പൊന്തിച്ച് വരുന്നൊരു ഭാഗമായി കാണിക്കുന്നുണ്ട്. അപ്പോൾ കൊടുത്തുള്ള പാട്ടും അത്യാവശ്യം നല്ല വർക്കാകുന്ന സീൻ തന്നെയാണ്. ആ ഭാഗം ആ വ്യക്തിയുടെ കൂടെ വേറൊരു വ്യക്തി ഉണ്ടായിരുന്നു, അതും നല്ല രീതിയിൽ തന്നെ വർക്കായി. ഒട്ടും നല്ല പ്രതീക്ഷിക്കാത്ത തരത്തിലായിരുന്നു ആ കോമഡി വർക്കായത്. പക്ഷേ അതിന് ഉപയോഗിച്ചിട്ടുള്ള പാൻറ്റൊക്കെ ഊരിക്കൊടുത്ത് എന്താ പറയുക ട്രൗസർ പുറത്തുനിന്നുണ്ട് രക്ഷിക്കുന്ന ഇത്രയും പെണ്ണുങ്ങളുള്ള സമയത്തൊക്കെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു പലതൊക്കെ അപരാധങ്ങളായി മാറി നല്ല വെറുപ്പിക്കൽ തന്നെയായിരുന്നു. ഒരു തരത്തിലും ഇല്ല. പിന്നെ ബാത്റൂമിൽ ഉള്ള ടോയ്ലറ്റിൻ്റെ മറ്റേ ഫ്രഷ്നസ് പിടിച്ചിട്ട് തിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ആയിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടി പോകുന്നുണ്ട്. അത്യാവശ്യം ഇൻ്റർവെല്ലിന് എഴുതിയുള്ള പരിപാടിയും കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ വർക്കാവാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത്യാവശ്യം കൊള്ളാൻ പോയിരുന്നു. കാരണം ഈ റീഡിറ്റൻസിൽ കുറിച്ച് പറയുമ്പോഴും അതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. സെക്കൻഡ് ഹാഫിലോട്ട് നല്ല കോമഡി വർക്ക് ചെയ്യുന്നൊക്കെ പലരുടെ അഭിപ്രായങ്ങൾ ഞാൻ കേട്ടു. തീർച്ചയായിട്ടും ഇതിൽ ഫസ്റ്റ് ഹാഫാണ് സെക്കൻഡ് ഹാഫിലും എനിക്ക് ഒരേ അവസ്ഥ തന്നെയാണ് പടം സമ്മാനിച്ച്. എവിടേക്കോ ചിരിക്കുന്ന ചില മുഹൂർത്തങ്ങൾ കൊണ്ടുതരാൻ സാധിച്ചിട്ടുണ്ട്. അല്ലാതെ വേറൊന്നും പടത്തിലോട്ടില്ല. കാരണം എസ്പെഷ്യലി എനിക്ക് പറയുമ്പോൾ എനിക്ക് ഒട്ടും തന്നെ വർക്കായി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അപരാധത്തിൻ്റെ ഒരു കൊടും കാട് തന്നെയാണ് സമ്മാനിച്ചിട്ടുള്ളത്. വേറെ ഒരു രക്ഷയിടാന്നില്ല പടം എന്ന് പറയാൻ സാധിക്കുള്ളൂ. കാരണം ഒരു തരി പോലും പല പല ഭാഗത്ത് നമുക്ക് നിരാശപ്പെടുത്തുന്ന ഭാഗങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. കാരണം ഹൊറർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമ്മുടെ സ്റ്റോറി കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുമ്പോഴും ഇതിൽ ആ സ്റ്റോറിയെ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ നെഗറ്റീവ് റിവ്യൂ പറയുന്ന റിവ്യൂമാരെ കൊല്ലും നടക്കുന്ന ഒരു പ്രേതം അങ്ങനെ അവർ പോലും അറിയാതെ വേറെ സ്ഥലത്തിലോട്ട് എത്തിപ്പെടുത്തുന്നു. പിന്നെ സ്ഥിരം പടത്തിലെ പോലെ നായകനെ എങ്ങനെയാണ് അകപ്പെട്ടവരെ രക്ഷിക്കുക ഇല്ലേ എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതാണ് ഇതിൻ്റെ സ്റ്റോറി ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളൂ. അതിനപ്പുറത്തോട്ട് വേറെ ഒന്നുമില്ല. കാരണം സന്താനം എന്ന് പറയുന്ന നടനെ കോമഡീനപ്പുറത്തോട്ട് നായകലോട്ട് എത്തുമ്പോൾ തീർച്ചയായിട്ടും നിരാശ തന്നെയാണ് സമ്മാനിക്കുന്നത്. ഇപ്പോൾ തന്നെ സെലവരാഘവൻ്റെ വെറുപ്പിക്കലും ഇപ്പോൾ തന്നെ മുട്ടുരാജത്തിൻ്റെ സപ്പോർട്ടിങ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. എല്ലാവരും അത്യാവശ്യം വെറുപ്പിക്കലും ഇപ്പോൾ തന്നെ ചെയ്യാവുന്ന രീതിക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റീഡി റിട്ടേൺസ് നെക്സ്റ്റ് 11 കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു ബിലോ എവറേജ് അഭിപ്രായം മാത്രം എനിക്ക് തോന്നുന്നു. ഒരു അപരാധ പരിപാടി കാര്യങ്ങളൊക്കെയാണ്. പ്രേതത്തിൻ്റെ അപരാധങ്ങളും സമയവും പൈസയും ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് തലവയ്ക്കാവുന്നതാണ് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ തിരിച്ചെടുന്നതിനെതിരെ അങ്ങനെയൊന്നല്ല നല്ല പടമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേർ ചിലപ്പോൾ കമൻറ്റ് ബോക്സിൽ വരാൻ ചാൻസ് ഉണ്ട്. എന്തെല്ലാം ആവട്ടെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ അപരാധ പരിപാടി കാണാൻ താല്പര്യമുള്ളവർ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ എന്ന കാര്യം പരിഗണിക്കുക. വീണ്ടും മറ്റൊരു റിവ്യൂമായി വരുന്ന അതിരിക്കും. ബൈ.